ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചു എന്ന മാനേജറുടെ പരാതിയിൽ ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ നിർണായകമായ തെളിവാകും. ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാറിനെ കൈക്ക് പിടിച്ച് തിരിക്കുന്നത് CCTVയിൽ വ്യക്തമാണ്. ഫെഫ്കയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. സഹിൻ ആന്റണിയുടെ സഹിൻ, വിപിന്റെ മൊഴിക്കപ്പുറം ദൃശ്യങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നു. തീർച്ചയായിട്ടും ചെയ്തു. അതായത് വിപിൻ കുമാർ നേരത്തെ തന്നെ ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ണിമുകുന്ദനെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. എന്നാൽ പിന്നീട് വിപിൻ കുമാറിനെ താൻ മർദ്ദിച്ചിട്ടില്ല, കണ്ണട വലിച്ചെറിയുക മാത്രമാണ് ചെയ്തത് എന്നെല്ലാം ഉണ്ണിമുകുന്ദൻ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ മൊഴി ആ കാര്യം പോലീസ് വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഉണ്ണിമുകുന്ദൻ ഈ വിപിൻ കുമാറിന്റെ കൈപിടിച്ച് തിരിക്കുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. കൈപിടിച്ച് തിരിക്കുന്നത് ശരീരത്തിൽ മർദ്ദിച്ചതായി തന്നെയാണ് കണക്കാക്കുക. ഒപ്പം തന്നെ ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാറിനെ മർദ്ദിച്ചതിന് ഒരു സാക്ഷിമൊഴി കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ആ മൊഴിയുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് പോലീസ് മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. എന്നാൽ ഈ ഉണ്ണിമുകുന്ദന് നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നത് അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടില്ല. കാരണം കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിൽക്കുകയാണ്. കോടതിയിൽ നിന്നുള്ള ഒരു തീരുമാനമായതിനു ശേഷം നോട്ടീസ് നൽകി വിളിപ്പിക്കാമെന്നുള്ളതാണ് പോലീസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു പോലീസിന്റേതായ ഒരു നിലപാട്. അതോടൊപ്പം ശരി സഹിൻ.